മധ്യപൂർവേഷ്യൻ സംഘർഷ സാഹചര്യങ്ങൾ സൂക്ഷ്മമായി നിരീക്ഷിച്ച് ഇന്ത്യ. അടിയന്തര സേവനങ്ങൾക്കായി വിദേശകാര്യ മന്ത്രാലയം കൺട്രോൾ റൂം തുറന്നു. നാവികരുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിന് മുൻകരുതലുകൾ സ്വീകരിച്ചിട്ടുണ്ടെന്ന് ഷിപ്പിംഗ് മന്ത്രാലയം അറിയിച്ചു. മധ്യപൂർവേഷ്യയിലെയും ഗൾഫ് മേഖലകളിലെയും നിലവിലെ സാഹചര്യം കണക്കിലെടുത്താണ് വിദേശകാര്യ മന്ത്രാലയം പ്രത്യേക കൺട്രോൾ റൂം ആരംഭിച്ചത്. രാവിലെ 9 മണി മുതൽ രാത്രി 9 വരെ കൺട്രോൾ റൂമുമായി ബന്ധപ്പെടാം. പശ്ചിമേഷ്യയിലെ സ്ഥിതിഗതികൾ കൂടുതൽ വഷളാകുന്നതിൽ ഇന്ത്യ ആശങ്ക അറിയിച്ചിരുന്നു. ചർച്ചയിലൂടെയും നയതന്ത്രത്തിലൂടെയും പ്രശ്നം പരിഹരിക്കണമെന്നാണ് ഇന്ത്യയുടെ നിലപാട്. നിലവിലെ സ്ഥിതിഗതികൾ വിലയിരുത്താനായി ഷിപ്പിംഗ് മന്ത്രാലയം യോഗം ചേർന്നു. പേർഷ്യൻ ഉൾക്കടലിലെ സമുദ്ര സ്ഥിതിഗതികൾ ഷിപ്പിംഗ് മന്ത്രാലയം പരിശോധിച്ചു. അടിയന്തരഘട്ടം നേരിടാൻ സജ്ജമെന്ന യോഗം വിലയിരുത്തി. മധ്യപൂർവേഷ്യൻ സംഘർഷത്തിൽ മസ്കറ്റ് തീരത്ത് എണ്ണ ടാങ്കറിന് നേരെയുണ്ടായ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് ദിയു സ്വദേശിയായ ദീക്ഷിത് സോളങ്കി എന്ന് സ്ഥിരീകരിച്ചു. MV സ്കൈലൈറ്റ് ചരക്ക് കപ്പലിലുണ്ടായ ആക്രമണത്തിൽ ബീഹാർ, രാജസ്ഥാൻ എന്നിവിടങ്ങളിൽ നിന്നുള്ളവരാണ് മരിച്ചത്. 24 ഡൽഹി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.